ഹായ്. അഖിൽ മാരാറിനെ എന്തുകൊണ്ട് എഗൻസ്റ്റ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ അഖിൽ മാരാറിനെ എന്തുകൊണ്ട് നമ്മൾ എതിർക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു ചെറിയ ഫോം അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ട്. അതിനകത്തുണ്ട് അഖിൽ മാരാറിൻ്റെ ജെന്യുവിനിറ്റി, ലോകം കണ്ട അക്സെപ്റ്റൻസ് ഉള്ള ഒരു കാര്യം. നമ്മുടെ ഹൈദരാലിയാണ് ഇൻ്റർവ്യൂ എടുത്തിരിക്കുന്നത്. എനിക്ക് അയാളോട് സർവ്വ പിണക്കവും അറിയട്ടെ. ചോദിക്കേണ്ട ചോദ്യങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ട് കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അക്കൂടെ അത് ഞാനൊന്ന് റിയാക്ട് ചെയ്താലൊന്ന് വിചാരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിമർശനങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. വിഷയം എത്രയേ ഉള്ളൂ. സീസൺ 5 അതായിരുന്നു ഏറ്റവും ലോകം കണ്ട ഏറ്റവും നല്ല സീസൺ എന്ന് നമ്മൾ അംഗീകരിക്കണം. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ സീസണെ കാട്ടിയും വേസ്റ്റ് സീസൺ ഏതെന്ന് വെച്ചാൽ അത് 5 ആണെന്ന് ഞാൻ പറയും. അതിനകത്ത് ഇവൻ്റെ ഭയങ്കര വീരകൃത്യവും സ്വയം പൊങ്ങി മാരാറിൻ്റെ കുറേ അതപ്പതിച്ച സംസ്കാരവും നമ്മൾ കാണേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനപ്പുറം അതിനൊരു വലിയ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കില്ല. കുറേയധികം കുലസ്ത്രീകൾ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ കുലസ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. പുള്ളിക്കാരൻ സൗമ്യയെ സംരക്ഷിക്കും, സൗമ്യയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും, സൗമ്യയെ പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷേ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി നിലനിന്നുള്ളൂ. അതാണ് പുള്ളിയുടെ ഒരു ലൈൻ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് നോർമലി വീട്ടിൽ ഒരുപാട് പെണ്ണുങ്ങളുണ്ടാകും. അതായത് മക്കളായിട്ടായാലും ഭാര്യയെയും സഹോദരിമാരെയും അമ്മയൊക്കെ ആയിട്ട് ഒരുപാട് സ്ത്രീകളുണ്ടാവും. അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഫ്യൂച്ചറിൽ കർമ്മ തിരിച്ച് സ്ലാപ്പ് ചെയ്താൽ മാത്രമേ ഇവനൊക്കെ ബോധം ഉണ്ടാവുള്ളൂ എന്നുള്ളത് വസ്തുത. ഇത് ഒരു എന്താ പറയണത്, അത് നമ്മൾ കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല. ഗതികേടാണ്, അത്രയേ ഉള്ളൂ. ആ വീട്ടിലുള്ള കൊച്ചുങ്ങളായാലും വലിയവരായാലും അവൻ്റെ പെങ്ങളായാലും അമ്മയായാലും ഭാര്യ ആയാലും ഒക്കെ തന്നെ അവർക്ക് ഇങ്ങനെ കേൾക്കേണ്ട ഒരു ഗതികേട് വരുന്നു എന്നുള്ളതാണ് വസ്തുത. വേറൊന്നുമല്ല, പെൺകുട്ടികളെ മനസ്സിലാക്കുന്ന ഒരാൾ ഒരു കാരണവശാലും ഇത്രയധികം സ്ത്രീവിരുദ്ധത പറയത്തില്ല. വീടിന് ചുറ്റും പെണ്ണുങ്ങൾ മാത്രമാണുള്ളത്. നമ്മളങ്ങനെയാണ് കാണുന്നത്. അവൻ്റെ എല്ലാ ഇതെടുക്കുക, ഫാമിലിയൊക്കെ എടുക്കുമ്പോൾ കൂടുതലും പെണ്ണുങ്ങളാണ് അവരുടെ വീട്ടിലധികമുള്ളത്. എന്നിട്ട് പോലും അവന് സ്ത്രീകളുടെ ഒരു വേദനയോ അവരുടെ പ്രോബ്ലംസോ മനസ്സിലാകാം. ഫെമിനിസ്റ്റുകളെ എതിർക്കുന്ന ഒരു പ്രത്യേകതയും ജന്തു. അതാണ് ആരാരി. നമുക്കതൊന്ന് കേൾക്കാം. ഞാൻ എനിക്ക് ഈ കിട്ടിയതൊക്കെ എന്തോ വലിയ ഭാഗ്യമായിട്ട് എനിക്കില്ല. 1000 രൂപ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട് എനിക്ക് 1 ലക്ഷം രൂപ കിട്ടുമ്പോഴത്തേക്ക് ദൈവമേ 1 ലക്ഷം കരുതി സന്തോഷത്തോടുകൂടി കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്കത് അന്നേരം ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ വൈകിട്ട് പറയുന്നത് 12,000 രൂപ മാസം ശമ്പളം മേടിക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ ജോലി എടുക്കുന്ന സ്ത്രീകളുണ്ട്. 6000 7000 മേടിക്കുന്ന സ്റ്റാഫുകളുണ്ട്. അവരും ജീവിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും അനാവശ്യമായിട്ടുള്ള ഓരോ കാര്യം ചേർത്ത് ആദ്യം വിചാരിക്കണം എന്റെ വിദ്യാഭ്യാസ വസ്തു ഞാൻ സാധാരണ ജോലിക്ക് മാക്സിമം പോയാൽ കിട്ടുന്ന 15,000 ശമ്പളമായിരിക്കും, 20,000 ശമ്പളമായിരിക്കും. അതിൽ ജീവിക്കേണ്ട സാഹചര്യത്തിൽ ആലോചിച്ച് ജീവിച്ചോണം. എപ്പോഴും ഞാൻ പറയും കാര്യം പറയോ, ഏത് അതാണ് എന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. പുള്ളിക്കാരി ഇത് എളിമയെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ അങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ളതാണ്. യൂസുഫ് അലിയുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയാമോ? അതിപ്പോൾ 10ാം ക്ലാസ് പോലും ഇല്ല എന്നാണ് അറിവ്. അദ്ദേഹത്തിൻ്റെ ഒരു ആസ്തി അറിയാമോ? നമ്മൾ ജനിക്കുമ്പോൾ ഏഴയായി ജനിക്കുന്നത് നമ്മുടെ മിസ്റ്റേക്ക് അല്ല. പക്ഷെ നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാതെ മരിച്ചാൽ അത് നമ്മുടെ മിസ്റ്റേക്കാണ്. അതിന് പിന്നെന്താ ഭയങ്കരമായ ഔചിത്യബോധമെന്നോ അല്ലെങ്കിൽ ഒരു താന്ന മനോഗതിയാണെന്നോ നീ ഭയങ്കര സംഭവമാണെന്നോ അർത്ഥമല്ല. നീ വൾഗറാണെന്നാണ് അതിൻ്റെ അർത്ഥം. ആകെ മൊത്തത്തിലുള്ള അർത്ഥം അത് തന്നെയാണ്. കൂട്ടുകാരെ വെച്ചിരിക്കുന്നതാണ് അത്യാവശ്യം ക്യാഷ് അയച്ചു വയ്ക്കും. ശരി, ആയിക്കോട്ടെ. അതുകൊണ്ടാണ് കേട്ടോ. അതായത് വേട്ടക്കാരൻ്റെ പേര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടക്കാരൻ ആരെ ഉപയോഗിച്ചെന്ന് ആ ഇരയും കൂടെ പറയേണ്ടി വരും. അപ്പോൾ ഇരയുടെ പേര് വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് വേട്ടക്കാരനെ പുറത്ത് കാണിക്കാതെ ഒളിച്ചു വെക്കുന്നതാണ്. അല്ലാണ്ട് അങ്ങനെ ഒരു സംഭവം അയാൾക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല കേട്ടോ, ഒളിച്ചു വെച്ചതാണ്. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് അങ്ങനെ തന്നെയാണ്, വിശ്വസിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വ്യക്തി ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ചാനൽ അഖിൽമാരാണ് വിളിച്ചിട്ട് അഖിൽമാരാൻ അവരുടെ പേര് പറയുന്നു പറയാൻ അത് അഖിലല്ലേ പറയുന്നുള്ളൂ. അഖിലല്ല പറയുന്നത്. അഖിൽ പറയുന്നു അവരുടെ പേര് ഇന്ന ആളെന്ന് അഖിലിനറിയാം. അവർ കിഡ്നി മറ്റേ മക്കളെ എന്ന് പറയുന്നത് എല്ലാം അഖിൽ. മര്യാദകൾ കാണിച്ചവന് അറിയാം, അവൻ കാണിച്ച മര്യാദകളെ കുറിച്ച്. ഞാൻ ഇപ്പം നമ്മളിപ്പോ കേരളത്തിൽ അറിയാവുന്ന ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളെ എല്ലാവർക്കും അറിയാം കേട്ടോ. മര്യാദകേട് ആരെ പറ്റിയാണ് അയാൾ പറഞ്ഞത്, അവർക്ക് ഈ കാര്യങ്ങൾ അറിയാമെന്നാണ് പുള്ളി പറയണത്. അപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ പിന്നെ ഇയാൾ എന്തിനു പോവാ കടന്നോണ്ട് ചിലക്കുന്നേ? അതിനകത്തിന് അതൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നേ? ആരെങ്കിലും ചോദിച്ചേനും ദിലീപ് എന്നൊരു വ്യക്തി ഒരു
ബന്ധപ്പെട്ട് വലിയ വാർത്ത ദിലീപിനെ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്ത ആളാകില്ല. ഇപ്പോഴും സപ്പോർട്ട് ചെയ്യും. അതൊരു പെൺകുട്ടിയായിരുന്നു, അതിലത് പറക്കരുത്. ഇപ്പോഴും അത് ദിലീപ് ദിലീപ് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നെ പറയാത്തോണ്ടാണ് കോടതി അദ്ദേഹത്തിനെ ജയിലിലടക്കുകയും പിന്നീട് ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അന്ന് ദിലീപിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത ആളാഗ്രഹം. അന്നൊരു ഇര ഉണ്ടായിരുന്നു അവിടെ. ഇപ്പോഴും അന്ന് ഇവിടെ ഒരു ഇര ഉണ്ടായിരുന്നു. ദിലീപിന് സപ്പോർട്ടാ. മനസ്സിലായോ? എന്തെങ്കിലും പിടികിട്ടിയോ? നമ്മളെ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ട ഒരു സംഭവമാണ് ദിലീപിൻ ചെയ്ത ഒരു വൃത്തികെട്ട പരിപാടി. അവൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവനെ അത്രയും ദിവസം റിമാൻഡ് ചെയ്തതിനകത്ത് ഇടത്തില്ല. അവൻ ചെയ്ത ക്രൈം കൃത്യമായി തെളിവായത് കൊണ്ടും അതിനെ അങ്ങനെ ഇപ്പോൾ ആർക്കും എങ്ങനെ ഇപ്പോൾ ഒരാൾക്ക് ഒരു റേപ്പ് നടന്നു അല്ലെങ്കിൽ ഒരുത്തിയെ പിടിച്ച് റേപ്പ് ചെയ്തു, അതുകൊണ്ട് എന്നെ ചെയ്യിപ്പിച്ചത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിനെ പിടിച്ചുകൊണ്ട് പോകത്തില്ല. തെളിവുകൾ വേണം. കോടതിയുടെ മുൻപിൽ വന്ന് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഇപ്പോഴും അയാൾ അക്യൂസാണ്, അയാളൊരു പ്രതിയാണ്. ആ പ്രതിയെ സപ്പോർട്ട് ചെയ്യണ ഇവനാണത്രേ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊണാഫിക്കേഷൻ ഉണ്ടാക്കുന്നത്. ഇതാണ് ഞാൻ ചില പിന്നെ കുലസ്ത്രീകൾ വന്ന് തർക്കിക്കുമ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ ആരെയാണെന്ന് നിങ്ങൾ കണ്ടോളൂ. നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവൻ്റെ വായിൽ നിന്ന് തന്നെ വരുന്ന വാക്കുകളാണ്. അവൻ സപ്പോർട്ട് ചെയ്യുന്ന ദിലീപിനെയാണ്. പേട്ടനെ സപ്പോർട്ട് ചെയ്യണം. പേട്ടൻ ആരാണ്? ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ, ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു എതിരാളിയായി വന്ന ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്ത ചരിത്രം സൃഷ്ടിച്ച ഒരു വൃത്തികെട്ടവനെ സപ്പോർട്ട് ചെയ്യുന്ന ഇവനെ നിങ്ങൾ തൂക്കി തലേ വെക്കി. ഇവൻ ഇനി എന്ത് സത്യം പറഞ്ഞാൽ പോലും ഒരാളും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇവൻ പറഞ്ഞത് ശുദ്ധ നുണയാണ്. മാത്രവുമല്ല ഇവനിപ്പം മീഡിയ അറ്റൻഷൻ കിട്ടണം. അതിനപ്പുറം ഇവൻ പറയുന്നതിന് ഒരു ക്വാളിറ്റിയും ഇല്ല. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഒന്നും പറയാനില്ല. അതെന്താ, പൾസർ സുനിക്ക് വേറെ ആരുടെയും പേര് അറിയത്തില്ലായിരുന്നു? ദിലീപിന്റെ പേര് മാത്രമേ അറിയുള്ളായിരുന്നു. ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ പെൺകുട്ടി പറയുന്ന രീതിയിൽ വെച്ച് നോക്കുമ്പോൾ അവൾക്കുള്ള ആകെ ശത്രു എന്ന് പറയുന്നത് ഇവനാണെങ്കിൽ ചെയ്യുകയും ചെയ്യും. അത് മഞ്ജു വരെ ഉൾപ്പെടെ പുറത്തു വന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് വാഴയാണടാ നീ അറിയാനിരിക്കുന്നത്? സ്ത്രീവിരുദ്ധൻ എന്ന് പറഞ്ഞാൽ ഇവൻ ഒരു ഒന്നൊന്നര സ്ത്രീവിരുദ്ധനാ. ഇവൻ പറയണ അനുസരിച്ചാണെങ്കിൽ ഞാൻ സൗമ്യക്കെതിരല്ല, എനിക്ക് സൗമ്യ ഇഷ്ടമാണ്, പക്ഷെ ഗോവിന്ദച്ചാമിയെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. അതാണ് ലൈൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇയാൾ അലിഗേഷൻ കൊടുത്തിരിക്കുന്ന ഏഷ്യാനെറ്റിനെതിരെയും ആ ഒരു ബ്രോഡ് പരിപാടിയാണ്, നീ വെറുതെയാണ് അവരെ പറയണേന്ന് ഞങ്ങളൊക്കെ പറഞ്ഞാൽ നീ എതിർക്കുമോ? ആ ചോദ്യം ആക്റ്റാണ് കേട്ടോ. എനിക്ക് ഇയാൾ ശരിക്കും ഈ ഒരു വിഷയത്തിൽ കറക്റ്റായി ഇൻ്റർവ്യൂ ചെയ്തു. ഒരു ചാനലിനെതിരെ എയറിലേക്ക് വെടിവെക്കുന്ന കണക്ക് രണ്ടുപേരുടെ പേരങ്ങോട്ട് പറയുക, ആ പേര് പറഞ്ഞിട്ടില്ല, പേരുണ്ട് എന്ന് സൂചിപ്പിക്കുക, ആൻഡ് ദെൻ അതിനെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ തലങ്ങളിലേക്ക് കുറേ പേരെ കൊണ്ടിടുക. എല്ലാ പെൺകുട്ടികളും വന്ന് നിന്നെ അല്ല കേട്ടോ, ഞാനല്ല കേട്ടോ, എനിക്കങ്ങനെ ഒരു അനുഭവമില്ല എന്ന് പറയുമ്പം, ഓരോ പെൺകുട്ടി വന്ന് എനിക്കങ്ങനെ അനുഭവമില്ല എന്ന് പറയുമ്പം അവരുടെ തട്ട് താന്നുകൊണ്ടിരിക്കുകയാണ്, ചാനലുകാരുടെ തട്ട് താന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഇൻറ്റൻഷനിലാണോ പറയേണ്ടിയിരുന്നത്, നമ്മളൊക്കെ പറയാൻ ആഗ്രഹിച്ചതിനെ പോലും വിലക്കിക്കൊണ്ടുള്ള ഒരു സംഭാഷണമാണ് ഈ അഖിൽ തെണ്ടി കാണിച്ചിട്ടുള്ളത്. അത്രയുള്ള ഇവനെ അങ്ങനെ വിളിക്കാനുള്ള യോഗ്യത എനിക്കുള്ളൂ. നിന്നെ പേടിപ്പിച്ചില്ലെങ്കിൽ പിന്നെ നീ എന്ത് നോക്കാനായിട്ടാ വായി തുറന്ന് ഓരോന്ന് പറയാൻ പോയെ? സഭ്യത നമുക്ക് നഷ്ടപ്പെട്ടു പോകും. കാരണം ഇവൻ പറയണത് കേട്ട നല്ല രണ്ട് അടി പറ്റിക്കാനാ തോന്നുന്നത്. ഇവന് ഫെമിനിസ്റ്റിനെ കാണുമ്പോൾ എവിടെ തോന്നും? ഒന്നും പറയുന്നില്ല. അത് ശരി, 10 പൈസ തന്നിട്ടില്ല, നീ പൈസ ഒക്കെ തന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ പറയുമെന്നാണ്. എടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ മടി കയറ്റി ഇരുത്തും, വേണമെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും കെട്ടിച്ചും കൊടുക്കും, അല്ലേ? പേട്ടനിക്ക് വേണമെങ്കിൽ. അതല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം.
ഉണ്ടാക്കുന്നത് കോടതിയിലാണ്. ഈ കോടതി എന്തുകൊണ്ട് ദിലീപിനെതിരെ പറയണമെന്നും കൂടെ പറഞ്ഞാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. സി, നമ്മൾ ഒരാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അയാൾ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അതിനകത്തുനിന്ന് നമുക്ക് ഏകദേശം ബോധ്യപ്പെടും അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഏതാണ്ട് സുഖവാസത്തിന് പോകുന്ന കണക്കാണ് ദിലീപ് പെർഫോം ചെയ്തത് മുഴുവൻ. പെർഫോമൻസ് മുഴുക്കം അങ്ങനെയായിരുന്നു. അയാളുടെ ഏജൊക്കെ വെച്ചിട്ട് അയാളുടെ മുടി നരയ്ക്കാനും മറ്റതിനും മറിച്ചതിനും ഒക്കെ ഉള്ള എല്ലാ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്ത് കൊടുത്ത് പോലീസ് അയാൾക്ക് ഇത് വീട്ടുവേല ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അയാൾക്കൊരു അല്പം പോലും അതിനകത്തൊരു ഒരു എന്താ പറയുക, ഒരു ഗിൽറ്റി ഫീലിംഗ് അയാൾക്ക് ഉണ്ടായിരുന്നില്ല. തനിക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി എന്ന ഒരു ടേം അയാൾ ഫേസിൽ കാണിച്ചില്ല. ഇനി അത് പറഞ്ഞുകൊണ്ട് വരരുത് അയാൾക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണെന്ന്. അതിനേക്കാൾ ഉപരി തനിക്ക് ഇങ്ങനെയൊരു അലിഗേഷനിൽ താൻ പെട്ടുപോയല്ലോ എന്നൊരു വേദനയും അയാളുടെ മുഖത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അയാൾ ഇപ്പോഴും വാദിക്കുന്നതും എതിർക്കുന്നത് ആ പെൺകുട്ടിയാണ്. അത് തീർച്ചയായിട്ടും അയാൾ തന്നെയാണ് എന്ന് തെളിവാകുന്ന ഒരുപാട് തെളിവുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ കേസ് കോടതിയിൽ എത്തിയിട്ടുള്ളത്. പോലീസ് സംവിധാനത്തിനെ ഒക്കെ തന്നെ അങ്ങോട്ട് വെല്ലുവിളിക്കുകയാണ്. FIR ചുമ്മാതെ അങ്ങ് ഇട്ടു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെളിവില്ലാത്ത ഒരു കാര്യത്തിന് അങ്ങനെ ചെയ്യത്തില്ലല്ലോ. എല്ലാവരും അമ്മ സംഘടന വരെ അവനെ നീക്കി നിർത്തി. എത്രത്തോളം അത്രയും ഹോൾഡുള്ള ഒരുത്തനെ ഒറ്റയടിക്കാണ് അങ്ങോട്ട് ഇല്ലാണ്ടാക്കി മാറ്റി നിർത്തി. ഇതിൻ്റെ റീസൺ ആ പെൺകുട്ടി അനുഭവിച്ച വേദനയാണ്. അവളുടെ ബോൾഡ്നെസ്, അവളുടെ മനസാക്ഷി, അല്ലെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്തവരുടെ കാരുണ്യം, അവർ കൂടെ നിന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ആ പെൺകുട്ടി ഇന്ന് ജീവനോടെ നമുക്കിടയിലുള്ളത്. അല്ലെങ്കിൽ ആ കുട്ടി ജീവനോടെ നമുക്ക് കിട്ടത്തില്ല. കാരണം നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിൽ പെൺകുട്ടിയുടെ അഭിമാനം എന്ന് പറയുന്നത് തുടയ്ക്കും വയറിനും ഇടയിലുള്ള സാമാനത്തിലാണ്. അപ്പോൾ ആ രീതിയിൽ ആ പെൺകുട്ടി നഷ്ടപ്പെടാതെ ജീവിച്ച് തിരിച്ചു വന്നെങ്കിൽ അത് നമ്മുടെ ബ്ലെസ്സിങ് തന്നെയാണ്. അത് മനസ്സിലാക്കാതെ അയാൾക്ക് സപ്പോർട്ട് പറയണം. ഈ വിടുവായം പറയുന്നത് കേട്ടിട്ട് ഇത്രയും സമയം വേസ്റ്റ് ആക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ കഷ്ടമാണ് കേട്ടോ. ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഉച്ചാളി സ്റ്റാഫ് ആരെങ്കിലും ക്ഷമിക്കണം കേട്ടോ, പറഞ്ഞല്ല, ഏതോ കാര്യത്തിൽ വയ്ക്കുന്ന സ്റ്റാഫ് അവൻ ബലാത്സംഗം ചെയ്തിട്ട് ഹൈദർ പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈസ കൊടുത്തിട്ട് ചെയ്തേണ്ട പൈസ കൊടുത്ത ഡീറ്റെയിൽസ് ബാങ്ക് ഡീറ്റെയിൽസ് വേണ്ടേ, ഇതെല്ലാം കിട്ടിയിട്ട് വേണ്ട നിങ്ങളെ പിടിച്ചകത്തുക. അവൻ പറഞ്ഞു പിടിച്ചാൽ പറ്റും. ഒന്നാണെങ്കിൽ ഞാൻ നാളെ പോയി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് മോഹൻലാൽ പറഞ്ഞിട്ടാണ്, അല്ല പിണറായി വിജയൻ പറയാം, നരേന്ദ്രമോദി പറഞ്ഞാൽ ഇവരെ പിടിച്ചകത്തു. ഒന്നും 100% അത് പോലീസിന് ഉറപ്പാണ്. 100% പോലീസ് 376B എന്ന് പറഞ്ഞാൽ എന്താ വകുപ്പ്? 100% 376B എന്ന് പറഞ്ഞാൽ കൂട്ടബലാത്സംഗത്തിന് നേരിട്ട് നമ്മുടെ വകുപ്പല്ലേ. അത് ഈ കൂടാതെ ക്രിമിനൽ കൂടാതെ ദിലീപിനെ ഇനി ഞാൻ വേറെ കാര്യം പറയാം. ഇപ്പോ നമ്മൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ദിലീപിനെ പോലെ ഒരുപാട് ഒരാൾ തനിക്ക് ഇങ്ങനെ ആരും കേൾക്കുന്ന നിമിഷം വീടുമാധവൻ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാൻ പോവില്ല. അതൊരു ബേസിക് പൾസ്. ഞാൻ പറഞ്ഞ ഒരു മനുഷ്യനെ സാധാരണ യോജിക്കുകയാണത്. അത് സാധാരണ ലോജിക്കില്ലടാ. എന്താണെന്നറിയാമോ, അയാളെ പറ്റി പടുമോശം പറയാനുള്ള തൻ്റെ ഇടം അവനിക്ക് അന്നുണ്ടായിരുന്നു, ഇന്നുണ്ടാവത്തില്ല. മാധ്യമത്തിനെ തൊട്ടാൽ അവരെന്ത് ചെയ്യുമെന്നുള്ള റിയാക്ഷൻ ഇപ്പം അവന് കിട്ടിക്കാണും. ഇനി കൂടുതൽ കൊണയടിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലത്തില്ല. അവനൊരു മാന്യനാണെന്നും അവൻ്റെ പുറത്ത് തെളിവില്ല എന്നും ഒക്കെ പറയുമ്പോൾ നീ പോലീസ് സംവിധാനത്തിനെയും കോടതി നിയമങ്ങളെയും ഒക്കെ തന്നെയാണ് നീ വെല്ലുവിളിക്കുന്നത്. ഇവൻ പൊളിറ്റീഷ്യനായുള്ള ദുരവസ്ഥയെന്ന് ആലോചിക്കണം. ചാണകം തലയിൽ നിറഞ്ഞവനല്ലേ, അവനെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. മന്ത്രിമാർ പോലും പോലീസിന്റെ ചോദ്യം ചെയ്യുന്ന മന്ത്രിമാർ മക്കൾ പോലും ഇനി അഖിലിൻ്റെ അറിവിലേക്കായിട്ട് ഒരു ഇൻഫർമേഷൻ തരാം. എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ ഒരു മിസ്റ്റേക്ക് ചെയ്തു. മകൻ ഒളിച്ചു പോയാൽ മകൻ്റെ വീട്ടിൽ വന്നിട്ട്, അതായത് എന്നെ പിടിച്ചുകൊണ്ട് പോകും. മകൻ ഹാജരാകുന്നത് വരെ എന്നെ പിടിച്ചതിനകത്ത് ഇട്ടേക്കും. അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. സംശയമുണ്ടോ? ഒരുപാട് കേസുകൾ അങ്ങനെയുണ്ട്. അങ്ങനെ തന്നെയാണ് ചെയ്യുക. മകനെ കിട്ടിയില്ലെങ്കിൽ അച്ഛനെ പിടിച്ചകത്തിടും. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. തനിക്ക് അറിയോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ കൈവെട്ട് കേസിലെ ആളില്ലേ, പുള്ളിക്കാരനെതിരെ ഒരിതുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഒളിച്ചു പോയപ്പം മകനെ പിടിച്ച് പോലീസ് കൊണ്ടുപോയി ഇരുത്തി. ആ ചെറുക്കനെ പിടിക്കേണ്ട കാര്യം, അവൻ തെറ്റുകാരനല്ല. ഒരേ വീട്ടിലാണോ അപ്പനെ കിട്ടാൻ മോനെ പിടിച്ചുകൊണ്ട് പോയൊരു ചരിത്രമുണ്ട്. അതേപോലെ ഓരോ വീടുകളിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് പോലീസിൽ നിന്ന് അങ്ങനെ ഒരു ആക്ഷൻ നേരിടേണ്ട ഗതികേട് വരാറുണ്ട്. ശല്യം ചെയ്യും, അന്വേഷിക്കും. അങ്ങനെ ഒളിച്ചൊന്നും ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന സംഗതിയല്ല. അവൻ പെടുമെന്നുള്ളത് അവന് ഉറപ്പായിരുന്നു. ഇനി അവനല്ല എങ്കിൽ അവൻ്റെ അനിയനെ ചൂണ്ടിയില്ലല്ലോ. അവനെ തന്നെ എന്തുകൊണ്ട് പിടിച്ചു? വേറെ എത്രയോ നടന്മാരുണ്ട്, അവരെ ആരെയും പിടിക്കാതെ എന്തുകൊണ്ട് അവനെ തന്നെ പിടിച്ചു? എന്താണ് പ്രതികാരം ചെയ്യാനാണ് മഞ്ജു വാര്യരിൻ്റെ ഒപ്പം ചേർന്ന് ഇങ്ങനെ ചെയ്തു എന്നാണ് വരുന്നതെങ്കിലും
മഞ്ജു വായി തുറന്നാൽ തീരാവുന്നതേ ഉള്ളൂ ദിലീപിനെ അതിനെതിരെ എന്ത് പറഞ്ഞാലും മഞ്ജു പറയുന്നതിന് അത്രയും സ്ട്രെങ്ത് ഉണ്ടാവും. മഞ്ജു പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യും പൊതുജനം. തീർച്ചയായിട്ടും അത് അത്രയും വാലിഡ് പോയിന്റ് ആയിട്ട് ആളുകളിലേക്ക് എത്തുകയും ചെയ്യും. ഒരു നിമിഷം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കാൻ പറ്റും മഞ്ജുവിൻ്റെ മൗനം കൊണ്ട് മഞ്ജു അവന് കൊടുക്കുന്നുണ്ട്. ആ മൗനം തന്നെ ധാരാളം. അപ്പോൾ വായി തുറന്നാത്ത അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. എന്ത് കോക്കനാട്ടാണ് ഇവൻ പറയുന്നത്. കേൾക്കാം. 14 മണിക്കൂർ മുമ്പ് അന്വേഷണ കമ്മീഷൻ മുമ്പിൽ മുഖ്യമന്ത്രിയാണ്. ഒരു വിചാരണ പോലും അതുപോലെ കഴിയും. പോയാൽ കൂടും. അന്വേഷണം പോയി വിളിച്ചാൽ കൂടും. അയാൾ വിചാരിച്ച ജോലിയെ തിരിച്ചു വിട്ടുകൂടെ? ജോലിക്കാൻ വിളിച്ച് പുള്ളിയെ പിടിച്ചാൽ ഓടാ ചെറിയാതെ നമ്മൾ യഥാർത്ഥം പറയുന്നത് നമ്മൾ ചൂണ്ടയ്ക്കകത്ത് ഇരയെ കൊടുത്തു മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. അതാണ് ദിലീപിനെ അറിയാവുന്ന ദിലീപിന്റെ അടുത്ത സമയത്തും പറഞ്ഞത്. അങ്ങനെ ദിലീപിനെ അറിയാം. നിങ്ങൾ വിളിച്ചു പറയാണ് ഞാൻ തകർത്ത് കളയും, നിന്നെ നീ ഈ ഓഫീസിൽ ഉണ്ടാവത്തില്ല, നീ ഒരൊറ്റ ഓൺലൈൻ മീഡിയയിൽ വർക്ക് അല്ല, അതുകൊണ്ട് സിനിമകൾ പരാജയപ്പെടും. എനിക്ക് വളരെ വേണ്ട ഉറപ്പാണ്. അടുത്ത ഇടും ഫയൽ വന്നപ്പോൾ എനിക്ക് കുറേ സംശയങ്ങളുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ജാസ്മിൻ പറഞ്ഞൊരു വ്യക്തി വന്ന് 50 ദിവസമായിട്ടും ഇത്രയും മോശമായ രീതിയിലും എല്ലാം കണ്ടിട്ടും അവരുടെ പാരൻസിനെ മാത്രം കാണാൻ വേണ്ടി ഇത്ര നാളും ഒരു ഷോയിലും ഞാൻ കണ്ടിട്ടില്ല പാരൻസിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം. അത് പറഞ്ഞല്ലോ, അത് മുൻപ് ഉണ്ടായി. ഇതിപ്പോ നമ്മൾ മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ടായിട്ടൊന്നുമല്ല. മറ്റേ നമുക്ക് വളരെ ചെറിയ പൈസ അഭിനയിക്കാൻ വിളിക്കുമ്പോഴത്തേക്ക് പൈസ ഒന്നും തരത്തില്ല, നിങ്ങൾക്ക് അവസരം വെച്ചാൽ പ്രശ്നം എങ്ങനെയെങ്കിലും അവസരം കിട്ടിയാൽ മതി. ഉച്ച മത്സരാർത്ഥി ചേർന്ന് വിഷ്ണു അങ്ങനെ കാണിച്ചുകൊണ്ട് ഞാൻ TRP ഉണ്ടാകും. കൊള്ളാവുന്ന കണ്ടന്റ് കാണിക്കണ്ടേ? പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്കിലും കടമെങ്കിലും ചോദിക്കും. കാര്യം ചോദിക്കാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവര് ഈ തൊഴിലുറപ്പ് അല്ലെങ്കിൽ ഇതുപോലെ അയൽക്കൂട്ടത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഇവർ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടു, ഏഷ്യാനെറ്റിൽ 2 പേരാണ് ഇങ്ങനെ കളിക്കുന്നത്, അല്ലെ ഏഷ്യാനെറ്റിന്റെ ബോർഡ് മെമ്പേഴ്സ് ആണ്, കമ്പനിയിലെ ബാക്കിയുള്ളവരാണ് എന്നുള്ള കാര്യം പറയുമ്പോൾ അവരുടെ കണ്ടില്ല. അവരെ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് അവർ നോക്കി കാണുന്നത് ഇതിൽ മോഹൻലാൽ അല്ലെ ലാലേട്ടൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം. ഇദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിൽ വന്നതിന്റെ പുറത്ത് ഒരുപാട് കാലം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പീക്കിലെത്തി എന്ന് പറയുന്ന ഒരു സീസൺ ഇത്തവണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാ ഒരു 10,000 രൂപ ഞാൻ നിനക്ക് അയച്ചത് ഞാൻ പറയും. പോകുമ്പോ ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ മക്കള് എന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ പറയും ഫാൻ എന്താ പിള്ളേർ അങ്ങനെയൊക്കെ പറയും മോനെ. കുറച്ച് കഴിയുമ്പോൾ പിള്ളേർ എന്നെ പഠിപ്പിച്ചാൽ മതി തന്നെ. കാരണം അർഹിക്കുന്ന രീതിയിലുള്ള പോക്കൃത്തരങ്ങളാണ് നീ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന. ഇത് കുറേ ഉണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ പിൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ അത് ഏതാണെന്ന് ഞാനൊരു എക്സ്പ്ലനേഷൻ തരാം. അതിനകത്തുണ്ട്, നിങ്ങൾ പോയി കണ്ടാൽ മതിയാകും. മൂവി വേൾഡ് മീഡിയ അതിനകത്താണ് വന്നത്. 4 മണിക്കൂർ മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. ഇതിനകത്ത് ഈ അവൻ മനഃപൂർവ്വം ഒരു കെണി ഉണ്ടാക്കി അതിനകത്ത് പോയി ചാടിക്കൊടുത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വയം പൊങ്ങിക്ക് എവിടെ എന്ത് പറയണമെന്ന് അറിയത്തില്ല. മുൻപ് അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പകുതിയോളം വരുന്ന പോഷൻ മുഴുക്ക ദിലീപിനെയാണ് പറയണത്. അതായത് താൻ പറഞ്ഞ ഒരു പോയിന്റ് കൃത്യമാക്കാൻ വേണ്ടിയിട്ട് പുള്ളി പറയുന്നത് മുഴുക്ക അട്ടർ നോൺസെൻസ് ആണെന്ന് പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട്, അവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാവരെയും കളിയാക്കിക്കൊണ്ട് എല്ലാവരെയും അടിച്ചാക്ഷേപിച്ചുകൊണ്ട് കുറേ അധികം അതായത് വീക്ക് പോയിന്റ്സുകൾ നിർത്തിയിട്ടാണ് പുള്ളി അതിനെ ജെന്യൂൻ ആക്കാൻ ഒരു ശ്രമം നടത്തുന്നത്. ശ്രീലേഖ IPS ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, കരിക്ക് വാങ്ങിച്ചു കൊടുത്തു, സ്നേഹം തോന്നിയെന്ന്. ശ്രീലേഖയല്ല പൊതുജനം, ശ്രീലേഖയല്ല ആ ഇര. അനുഭവിച്ചവർക്ക് അതിൻ്റെ വേദന അറിയാവുള്ളൂ. തീവ്രമായ വേദന അനുഭവിച്ച സ്ത്രീക്ക് അതിൻ്റെ ഇതറിയാവുള്ളൂ. പിന്നെ ദിലീപ് ഈ ഒരു ഗോവിന്ദചാമി ലെവലിൽ അല്ലാതെ തന്നെ പേഴ്സണൽ ലൈഫിൽ അയാൾ ചെയ്തത് എന്താണ്? അമ്മയിൽ നിന്ന് മകളെ പിടിച്ചു പറിച്ച് കൂടെ നിർത്തിയിരിക്കുകയാണ്. അതൊരു ഭാഗം. ഇനി അത് പോവാത്തത് മകളുടെ ഇതാണ്, അമ്മ കുറ്റക്കാരിയാണെന്നൊക്കെ പറഞ്ഞാൽ ആ പെങ്കൊച്ച് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടല്ലോ. വേറെ കൃഷിക്കും വേറെ ഒന്നിനും അവൾ പോയതായിട്ട് നിങ്ങൾക്ക് അറിവില്ലല്ലോ. ഇനി അത് പോരാതെ ഈ പെൺകുട്ടിയുടെ ലൈഫിൽ എന്താണ് ചെയ്തത്? അവളുടെ എക്സ് ഹസ്ബൻഡ് എന്താണ് പറയുന്നത്? കാവ്യയുടെ എക്സ് ഹസ്ബൻഡ് എന്താണ് പറയുന്നത്? അവിടെയും ദിലീപിനെ തന്നെയല്ലേ പറയുന്നത്? ആകെ മൊത്തം എത്ര പേരുടെ ജീവിതം നശിപ്പിച്ച ഒരു വ്യക്തിയാണ് ദിലീപ്. സാമൂഹ്യ ദുരന്തങ്ങളാണ്. അത്തരം ദുരന്തങ്ങളെ നീക്കി നിർത്തുക എന്നുള്ള ഒരു സാമാന്യ മര്യാദ ഒരു പൊളിറ്റീഷ്യനായി നിനക്കറിയില്ല എങ്കിൽ ഒന്നും പറയാനില്ല. നീ ഇപ്പം ഇത് കൊണ്ടുവന്നത് ഇതിനകത്ത് അവൻ പറയുന്നുണ്ട്, അതായത് സീസൺ 5 ആണ് ഏറ്റവും ബെസ്റ്റ്, വേറെ ഒന്നല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അത് നീ വലിയ വെനക്കെടയൊന്നും വേണ്ട. ഇനി സീസൺ 7 മാറി ചിന്തിച്ചാലും ഓക്കെ. ഇതിനേക്കാൾ നല്ല സീസൺസ് ഇതിന് മുമ്പുണ്ടായിരുന്നു. നീ വന്നത് തൊട്ടാണ് ഇത് നശിച്ചു തുടങ്ങിയത്. നീ വന്നപ്പോൾ തൊട്ടാണ് ഈ ഗെയിം പ്ലാനും സ്ട്രാറ്റജിയും നിനക്ക് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് മുട്ടുമടക്കിയെന്ന് എനിക്ക് മനസ്സിലായത്.
ഒരു കാരണവശാലും അർഹിക്കുന്ന ഒരു കൈയിലേക്കല്ല BB5 പോയിട്ടുള്ളത്, ആ കപ്പ് പോയിട്ടുള്ളത്. അർഹതയില്ലാത്ത ഒരു എച്ചാളിക്ക് ഇത് കൊടുത്തു എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തീർത്തും പരാജയമായിരുന്ന ഒരു ഷോ. അതിനകത്ത് ആ പെൺകുട്ടികളെ അവഹേളിച്ചത് തൻ്റെ വാക്സാമർത്ഥ്യം കൊണ്ട് പിടിച്ചു നിന്നു എന്നതിനപ്പുറം പൊതുജനം സജസ്റ്റ് ചെയ്ത ഒരാളെ ആയിരുന്നില്ല ഇവൻ. അത്രത്തോളം ക്രൂരമായിരുന്നു ഇവൻ്റെ ആറ്റിറ്റ്യൂഡ് ഓരോന്നും. സെറീന നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു. പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കപ്പ് മാരാർക്കെന്ന് അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് കൊണ്ടാണ് പ്ലേറ്റ് തിരിച്ചത് അവൾ. ഓരോ വ്യക്തികളും പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി അഡ്വൈസ് ചെയ്ത് അകത്തേക്ക് വിടുന്ന ഒരു രീതി BB5 തൊട്ട് തുടങ്ങിയതാണ്. അത് 6ൻ്റെ കാര്യമല്ല. അത് ജാസ്മിന് വേണ്ടി ഫേവർ ചെയ്തത് ഒരുപക്ഷെ അഫ്സലിൻ്റെ ഇടപെടലുകളുണ്ടാകും. അവൻ്റെ ഫിയാൻസി ആയിരുന്നു, അവന് വേണം അവളെ. അവൻ്റെ വുഡ്ബി ആയിരുന്നു, അവന് വേണം അവളെ. അതുകൊണ്ട് അവൻ ഇടപെട്ടത് കൊണ്ടാണ് ആ ഒരു ഇൻഫർമേഷൻ അവളിലേക്ക് എത്തിച്ചു കൊടുത്തത്. പക്ഷെ അവൾ മനഃപൂർവ്വമാണ് അത് കാണിക്കണമെന്ന് മനസ്സിലായി. അവൻ വിട്ടുമാറിയപ്പോൾ ആ പ്രശ്നം തീർന്നു. വേറെ ആർക്ക് എന്ത് ഇൻഫർമേഷൻ പാസ് ചെയ്താലും അതിനകത്ത് വന്നവരും നിന്നവരും ഒക്കെ ജെനുവിനായിട്ട് തന്നെയാണ് ഇതുവരെയും ഉള്ളത്. അല്ലാതെ അതിനകത്ത് കോപ്രായങ്ങളില്ല. കളിക്കാൻ അറിയാത്ത കുറേ പേരാണെന്ന് മാത്രം ഒരു വസ്തുത. അതിനപ്പുറം കളിയൊക്കെ നോർമലായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നിൻ്റെ ഈ BB5 വളരെ മോശമായിരുന്നു, ആർട്ടിക്കുലേറ്റഡ് ആയിരുന്നു. അത് തീർച്ചയായിട്ടും അവന് വേണ്ടി അവനെ കൺസേൺ ചെയ്തുകൊണ്ട് നടത്തിയ ഒരു പ്രോഗ്രാമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ട് ഇവനെ എതിർക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇത് തന്നെയാണ് ഇവനെ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത്. ഞാൻ ഇവനെ മാറ്റി നിർത്തുന്നത്. ഇവൻ ഇനി എന്ത് കോത്താഴത്തെ കാര്യം പറഞ്ഞാലും വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇങ്ങനൊരു ഇരയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് വരിക. കൂടെ ഞങ്ങൾ നിൽക്കും. തനിച്ച് വരിക. ഇവൻ്റെ ഒപ്പമല്ല. ഇവൻ എന്തോ നേടാൻ വേണ്ടി കളവ് പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു കാരണവശാലും ഇവൻ പറയുന്നതിൽ സത്യമുണ്ടെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സത്യമില്ല എന്നുള്ളതാണ് വസ്തുത. ഇവന് കുറച്ച് നേടണം, അക്സെപ്റ്റൻസ് കിട്ടണം. ഇവൻ കപ്പ് നേടിയിട്ട് പോലും ഇവനിക്ക് മര്യാദയ്ക്ക് ഒരു ഉദ്ഘാടനമോ അക്സെപ്റ്റൻസോ കിട്ടിയില്ല. പക്ഷേ റോബിന് കിട്ടിയത് നിങ്ങൾ കണ്ടതല്ലേ. റോബിന് കിട്ടിയ അക്സെപ്റ്റൻസ് വേറെ ആർക്കും കിട്ടിയിട്ടില്ല. തോറ്റിട്ട് പോലും, അത് ജയിച്ചിട്ട് പോലും അവന് കിട്ടാത്ത അക്സെപ്റ്റൻസ് തോറ്റിട്ട് പോലും കിട്ടിയിട്ടുണ്ട്. ഇവൻ പറഞ്ഞ അതേ കാര്യം തന്നെയല്ലേ റോബിനും പറഞ്ഞു. അതിനകത്ത് എന്തോ സെറ്റപ്പ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇവന് തോന്നുന്നത് എന്തിനാ? അത് എന്നെ തന്നെയാണ്. ആരാണ് ആ കൊച്ചിൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ ഇവനെൻ്റെ ചാടി വീണത്. റിനോഷ് വളരെ മൈൽഡായി ഇവനെ പറയാതെ അവൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അപ്പോഴും വന്ന് ചാടി വന്നു. ഇപ്പോൾ റിനോഷിനൊന്നും പറയണ്ടേ. റിനോഷ് കൃത്യമായിട്ട് പറഞ്ഞാൽ പാലൂപ്പിയല്ല, നീ കുടിച്ചാൽ മതി പാലൂപ്പി. നിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നപ്പോൾ നിൻ്റെ ആറ്റിറ്റ്യൂഡ് വേറെയായിരുന്നു. കൃത്യമായി അയാൾ കാരണസഹിതം വെളുപ്പിച്ചത് കൊണ്ടുവന്നില്ലേ അപ്പോഴും. സോ ഈ വിഷയത്തിൽ ഇനി കൂടുതലൊന്നും പറയാനില്ല. ഇവൻ്റെ ചവറ് വർത്താനം കൊണ്ട് ഇനി കൂടുതൽ വരണ്ട. അയാൾ അത് കൃത്യമായിട്ട് കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. കറക്റ്റ് ചോദ്യമായിരുന്നു. അവനാണ് ശരിയെന്ന് പറയുന്നിടത്ത് ഇവൻ ഗോവിന്ദച്ചാമിയെ സപ്പോർട്ട് ചെയ്യുന്ന ഗോവിന്ദച്ചാമി ലെവലാണ്. ഇവനെ ഓർത്ത് ഇവൻ്റെ കുടുംബമാണ് വേദനിക്കേണ്ടത്. കുടുംബത്തിലെ സ്ത്രീകളാണ് വേദനിക്കേണ്ടത്. കാരണം അവർക്ക് പോലും നീതി നിഷേധിക്കപ്പെടാം. ഇവനാണ് അവരുടെ കുടുംബനാഥൻ എങ്കിൽ തീർച്ചയായിട്ടും നീതി നിഷേധിക്കപ്പെടും. കാരണം ഇവന് ഫെമിനിസ്റ്റുകളോടോ പെണ്ണുങ്ങളോടോ എന്തോ വൈരാഗ്യമാണ്. എന്തടിസ്ഥാനത്തിലാണെന്തോ. പിന്നെ കർമ്മ എന്ന് പറയുന്നത് ഒരു വലിയ സംഗതിയാണ്. അത് തിരിച്ച് കിട്ടാനുള്ള എല്ലാ സാധനവും അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട്. ഓൾ ദ ബെസ്റ്റ് എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ഭാഗ്യദോഷം അവൻ്റെ കൂടെയുള്ള കുടുംബാംഗങ്ങൾക്കുണ്ടല്ലോ എന്നുള്ളതൊരു വേദന തന്നെയാണ്. ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ഒന്നും വരരുതെന്ന് പ്രാർത്ഥിക്കുന്ന എനിക്ക് തീർച്ചയായിട്ടും അത് ഒരു വിഷമം ഉണ്ടാക്കുന്ന തലമാണ്. പക്ഷെ അത് അവനേ അത് അർഹിക്കുന്നുള്ളൂ. തിരുത്താൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ടായിട്ട് കലിപ്പൻ്റെ കൊണാണ്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന അവൻ്റെ പെണ്ണുമ്പിളയ്ക്ക് അവനിക്കും നടുവിരൽ നമസ്കാരം പറയാനേ എനിക്ക് ആവുകയുള്ളൂ. താങ്ക് യു സോ മച്ച്.